യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഇന്ന് കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഗ്രഹം എത്തിച്ചേരാൻ ഇടയാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വചനത്തിൻ്റെ വെളിച്ചം ജീവിതത്തിൽ ഉദിക്കുന്ന സമയമാണിത്. വചന വെളിച്ചം നമ്മുടെ കുടുംബത്തിൽ ഉദിക്കുന്ന സമയം. ഓരോ പ്രഭാതത്തിലും നോക്കിയാൽ മരത്തിൻ്റെ ഓരോ ഇലകളിലും പുൽനാമ്പുകളിലൊക്കെ മഞ്ഞുതുള്ളികൾ ഇരിക്കുന്നത് കാണാം. എപ്പോഴാണോ സൂര്യൻ്റെ വെളിച്ചം അതിന്മേൽ വരുന്നത്, അത് വളരെ വേഗം അപ്രത്യക്ഷമാകും, ഉരുകിപ്പോകും. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതവും പരിശോധിച്ചാൽ മഞ്ഞുതുള്ളികൾ പോലെ അവൻ്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചന വെളിച്ചം, ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് തട്ടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, കുടുംബത്തിൽ വരുമ്പോൾ, മഞ്ഞുതുള്ളികൾ പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സകല ദുഃഖങ്ങളും സകല വേദനകളും സകല ഒറ്റപ്പെടലുകളും ഭാരവും മഞ്ഞുപോലെ ഉരുകിപ്പോകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി അത് മാറും. പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് കേൾക്കാം. സങ്കീർത്തനം 78 അധ്യായം അവസാനത്തെ വാക്കാണ് 72 വചനം. 78 സങ്കീർത്തനം 72 വചനം. അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കരവിരുതോടെ അവൻ അവരെ നയിച്ചു. 2 മലയാള വാക്കുകൾ, അർത്ഥമുള്ള 2 വാക്കുകളുണ്ട്. അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കരവിരുതോടെ. പരമാർത്ഥ ഹൃദയം, കരവിരുത്. പരമാർത്ഥ ഹൃദയം, കരവിരുത്. ഇത് 2 വാക്കിനെക്കുറിച്ചും ഞാൻ അല്പമൊന്ന് ചിന്തിക്കാനിട വന്നു. ഈ പരമാർത്ഥ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയെന്നാണ് അർത്ഥം. പരമാർത്ഥ ഹൃദയം എന്ന് പറഞ്ഞാൽ അകത്തൊന്നും പുറത്തു വേറൊന്നും അല്ല, ഒരേപോലെ സത്യമുള്ള ഒരു മനുഷ്യൻ, സത്യമുള്ള ഒരു മനസ്സ്, അതാണ് പരമാർത്ഥ ഹൃദയം. ഈ പരമാർത്ഥ ഹൃദയവും കരവിരുതും ഒരാളുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒരാൾക്ക് പരമാർത്ഥ ഹൃദയം മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ, കരവിരുതില്ല എന്നിരിക്കട്ടെ, ചിലപ്പോൾ അയാളുടെ ജീവിതം പരാജയപ്പെട്ടേക്കാം. ഇത് 2 ഒന്നിച്ചാൽ ഒരാളിലുണ്ടെങ്കിൽ, പരമാർത്ഥ ഹൃദയവും കരവിരുതും, അത് ആ വ്യക്തിയുടെ വിജയത്തിന് കാരണമാകും. അല്ല, ഇങ്ങനെ എഴുതിയാൽ പോരായിരുന്നോ? അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, പരമാർത്ഥ ഹൃദയത്തോടെ അവരെ നയിച്ചു എന്ന്. 2 വാക്കാണ്. അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കരവിരുതോടെ അവരെ നയിച്ചു. മേയിച്ചത് പരമാർത്ഥ ഹൃദയത്തോടെയാ, നയിച്ചത്, ലീഡർഷിപ്പ് നയിച്ചത് കരവിരുതോടെയാ. ഇത് 2 നമ്മളിൽ വേണം. പരമാർത്ഥ ഹൃദയം സത്യമുള്ളൊരു കാര്യമാണ്, സത്യമുള്ളൊരു മനസ്സാണ്. ഇനി കരവിരുതെന്ന് പറഞ്ഞാൽ ജോലി, ഉത്തരവാദിത്വം, അത് ഏറ്റവും ഭംഗിയോടെ, കഴിവോടെ, ഭംഗിയോടെ ചെയ്യുന്നതാണ്. ആ കഴിവിനാണ് കരവിരുത്.
അവനവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും കഴിവോടെ അതോടൊപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്യാനുള്ള കഴിവാണ്. നല്ല നേതൃത്വ പാടവത്തോടെ ചെയ്യാൻ ഉള്ള കഴിവാണ്. അത് നമുക്ക് വേണം. കരവിരുതോടെ നയിക്കാൻ ഉള്ള കഴിവ് ഒരപ്പന് വേണം, ഒരമ്മയ്ക്ക് വേണം, ഒരു ഭർത്താവിന് വേണം, ഭാര്യയ്ക്ക് വേണം, മക്കൾക്ക് വേണം, ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് വേണം, ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണം, കൃഷി ചെയ്യുന്ന ഒരാൾക്ക് വേണം. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണോ, കരവിരുതും പരമാർത്ഥ ഹൃദയവും വേണം. ഇത് രണ്ടും ഒന്നിക്കുന്നിടത്താണ് ആ വ്യക്തിയുടെ ജീവിതം, അത് കുടുംബം, പുറത്തെയുള്ള ജീവിതം ഒക്കെ വിജയിക്കുന്നത്. ഒത്തിരി പേർക്ക് ചതി പറ്റിയിട്ടുണ്ട്. ജീവിതം ചതിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരാൽ ഭീകരമായ വിധത്തിൽ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായി, ബിസിനസ്സിൽ, വാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പല കാര്യങ്ങളിലും ചതി പറ്റിയത്. പരമാർത്ഥ ഹൃദയമുണ്ട്, കരവിരുതില്ല. ചിലർക്ക് കരവിരുതുണ്ട്, പരമാർത്ഥ ഹൃദയമില്ല. ഭയങ്കര കഴിവുണ്ട്. നമ്മൾ പറയില്ലേ, പുള്ളി ഒരു തട്ടിപ്പ, പുള്ളിക്കൊരു സത്യമുള്ള മനുഷ്യനല്ല, പുള്ളിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. കരവിരുതുണ്ട്, എല്ലാം ചെയ്യാനുള്ള കഴിവും എല്ലാം ഉണ്ട്, പുള്ളി ചെയ്തതാ. പക്ഷേ പരമാർത്ഥ ഹൃദയമല്ല അപ്പുറത്ത്. അതുകൊണ്ട് ആ വ്യക്തിയോട് നമുക്കൊരു അടുപ്പമോ സ്നേഹമോ ബന്ധമോ തോന്നുന്നില്ല. നമ്മളിന്ന് പ്രാർത്ഥിക്കുക, ഇത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും ഈ വചനം പറയണം. പരമാർത്ഥ ഹൃദയവും കരവിരുതും, പരമാർത്ഥ ഹൃദയവും കരവിരുതും, ഇത് രണ്ടും ഉണ്ടേലേ മേയ്ക്കാനും നയിക്കാനും പറ്റത്തുള്ളൂ. അത് ശുശ്രൂഷയെ നിൽക്കുന്ന ഒരാളായാലും, കുടുംബജീവിതത്തിലുള്ള ഒരാളായാലും, ആത്മീയ ജീവിതത്തിലായാലും നമ്മളിലെല്ലാം ഇത് വേണം. പരമാർത്ഥ ഹൃദയവും കരവിരുതും, ഇത് രണ്ടും നമ്മളിൽ ഉണ്ടാകാൻ എന്ന് പ്രാർത്ഥിക്കുവാണ്. 2-3 പ്രാവശ്യം പറഞ്ഞ്, കർത്താവേ, അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പരമാർത്ഥ ഹൃദയവും കരവിരുതും എനിക്ക് തരണമേ. എൻ്റെ തലമുറകൾക്കത് വേണം. പരമാർത്ഥ ഹൃദയം, കരവിരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ചിലർ പറയില്ലേ, പുള്ളി ഒരു ശുദ്ധ മനുഷ്യനാ, ശുദ്ധ മനസ്സുകൊണ്ട് ആന മണ്ടത്തരം ചെയ്യുന്നവരുണ്ട്. പരമാർത്ഥ ഹൃദയമുണ്ട്, കരവിരുതില്ല. അതിനെ നോക്കിക്കാണാനുള്ള, അതിനെ പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള, ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള ദൈവീകമായ കഴിവില്ല. ആ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് ആ അശുദ്ധ മനസ്സുകൊണ്ട് വലിയ മണ്ടത്തരം ചെയ്തത്. നീ അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുന്നത് ദൈവവചനമാണ്. അതിലൂടെ കിട്ടുന്നത് വെളിച്ചമാണ്, അതിലൂടെ കിട്ടുന്നത് ഒരു ആത്മനിറവാണ്. ശരിക്കും ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഓരോ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ, സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പം ആ കുഴലിലെ തൈലം ആ ദാവീദിൻ്റെ മേൽ ചെരിഞ്ഞ് ദാവീദിൻ്റെ ശിരസിൽ വീണതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ അറിയാൻ പറ്റും, മനസ്സിലറിയാൻ പറ്റും. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ ആ പാത്രം നമ്മുടെ മേർക്ക് ചെരിഞ്ഞു വരുന്നത്, നമ്മുടെ അടുത്തേക്കത് ചെരിയുന്നത്, അത് വീഴുന്നത് അനുഭവിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുവാണ്. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം കേട്ട ഈ ഞായറാഴ്ച ദിവസം വചനം കേട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. പരമാർത്ഥ ഹൃദയവും കരവിരുതും. മാതാപിതാക്കൾ മക്കളോട് പറയണം, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പരമാർത്ഥ ഹൃദയം വേണം, കരവിരുതും വേണം. വായിച്ചു നോക്കണം, ഇത് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.
നിങ്ങളുടെ കുടുംബത്തിലും യാത്രയിലും തീരുമാനത്തിലും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണമേ. സന്തോഷവും സമാധാനവും നൽകണമേ. പരമാർത്ഥ ഹൃദയവും കരവിരുതും ഞങ്ങൾക്ക് നൽകണമേ. പരമാർത്ഥ ഹൃദയം, കരവിരുത്, വചനത്തിലെ ആ ജ്ഞാനം, ആ കഴിവ് ഞങ്ങളിലും ഉണ്ടാകണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതൊത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്ന ദൈവവചനമാണ്. നാളെയും 5:30, തിങ്കളാഴ്ച 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.